ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ പെൻ ടൂളിനെ പരിചയപ്പെടാം. സാധാരണഗതിയിൽ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുവാനും അതോടൊപ്പം കട്ട് ചെയ്തെടുക്കുവാനും പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ടൂളാണിത്. വ്യക്തമായി മനസ്സിലാക്കിയാൽ വളരെയധികം ആക്യുറസിയോടെ അത്യധികം സ്പീഡിൽ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ടൂൾ ഉപയോഗിക്കുന്ന വിധം കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് 1-2 ഇമേജുകളുടെ സഹായം തേടാം. ഫയൽ, ഓപ്പൺ, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ഓപ്പൺ. ഇവിടെ ഈ കാണുന്നതാണ് പെൻ ടൂൾ. ഇതെടുത്തതിന് ശേഷം ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്നൊരു റബ്ബർ ബാൻഡ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. തൽക്കാലം ഇത് ഹൈഡ് ചെയ്ത് വയ്ക്കാം. അതിനായി ഈ സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ റബ്ബർ ബാൻഡ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊരു കണക്ഷൻ വരും, പക്ഷേ നമുക്കത് മുൻകൂട്ടി കാണാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഒരു പാത്ത്. ഇനി നമ്മൾ അടുത്ത സി എന്ന് പറയുന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും അടുത്ത കണക്ഷൻ വരുന്നതാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പാത്തുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതാണ്. നമുക്ക് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പാത്തിന്റെ കണക്ഷൻ വിടുന്നതാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ പാത്താണ് ഫോം ചെയ്ത് വരുന്നത്. കൺട്രോൾ ക്ലിക്ക്. ഇത് നമുക്ക് അൺഡു ചെയ്യാം. കൺട്രോൾ ആൾട്ട് ഇസഡ്. എനിക്കിവിടെ ഓരോന്നും ഓരോ പാത്തുകളായിട്ട് മതി. അപ്പോൾ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്യാം. കൺട്രോൾ പിടിച്ച് പേജിന്റെ എവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് സി ഡി. കൺട്രോൾ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇ എഫ് ജി എച്ച് ഐ. കൺട്രോൾ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഒരു പാത്ത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ പാത്ത് ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആവുന്നതാണ്. കൺട്രോൾ പിടിച്ച് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നോക്കാം. ജെ കെ എൽ. വീണ്ടും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആ പാത്തിന്റെ ക്ലോസിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നതായി കാണാം. അടുത്ത ക്ലിക്കിൽ ഇനി ഇവിടെ നിന്ന് കണക്ഷൻ വരുന്നതല്ല. ഓക്കെ. കൺട്രോൾ ഇസഡ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഓരോ മൂലയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാത്തുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ അടുത്ത ഫയൽ ഞാൻ എടുക്കുകയാണ്. ഒരു സ്ട്രെയിറ്റ് പാത്ത് നമുക്ക് കർവാക്കി മാറ്റാം. അതുപോലെ കർവായിട്ടുള്ള പാത്ത് നമുക്ക് ആംഗിളാക്കി മാറ്റാം. സ്ട്രെയിറ്റ് പാത്ത് ആംഗിളാക്കി മാറ്റാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. അടുത്ത പോയിന്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഈ പാത്തിൽ എവിടെയെങ്കിലും വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി പെൻ ടൂളിന്റെ കൂടെ ഒരു പ്ലസ് സൈൻ വരുന്നത് കാണാം. അങ്ങനെയെങ്കിൽ നമുക്ക് പാത്ത് ആഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോ ആഡ് ഓർ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിവിടെ ടിക്ക് മാർക്കിൽ കിടക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇവിടെ പ്ലസ് വരുന്നത്. അതുപോലെ നമ്മൾ ആങ്കർ പോയിന്റ് ആഡ് ചെയ്ത സ്ഥലത്ത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനും സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഓട്ടോ ആഡ് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇനാക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ പാത്തിലേക്ക് ആഡ് ചെയ്യാനോ അതുപോലെ റിമൂവ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അപ്പോൾ ഇത് ആക്റ്റീവ് ആക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്യാം. പെൻ ടൂൾ ആങ്കർ പോയിന്റ് അടുത്ത് വരുമ്പോൾ ഇതൊരു മൈനസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ആങ്കർ പോയിന്റ് നഷ്ടപ്പെടുന്നതായി കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നു. ഇനി ഇത് ഇങ്ങനെ കർവ് ആക്കണമെങ്കിൽ നമുക്ക് കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് വലിക്കുക. ഇപ്പോൾ ഇവിടെ ഇതൊരു കർവായി മാറിയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കണക്ഷൻ വരുന്നതായി കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കണക്ഷൻ വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഇത് അൺഡു ചെയ്തതിനു ശേഷം കൺട്രോൾ കീബോർഡിൽ പ്രസ് ചെയ്തതിനു ശേഷം പേജിൽ എവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്യുക. ഇനി ഞാനിവിടെ ഒരു പാത്ത് വരയ്ക്കുകയാണ്. ക്ലിക്ക്. നമുക്ക് ഇതൊരു ആംഗിളാക്കി മാറ്റണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ പോയിന്റ് അല്ലെങ്കിൽ ആങ്കർ പോയിന്റ് ആഡ് ചെയ്തതിനു ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തുക. അതിനുശേഷം ഇവിടെ ആൾട്ട് കീ പ്രസ് ചെയ്ത് നമുക്ക് ഇതിനെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ പെൻ ടൂളിന്റെ ഓപ്ഷനിൽ വന്ന് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺവെർട്ട് പോയിന്റ് ടൂൾ എന്നൊരു ടൂളുണ്ട്. ഇതെടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ കൺവെർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ വീണ്ടും നമുക്ക് ഇവിടെ പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇനി നമ്മൾ വീണ്ടും ടൂളിൽ തന്നെ വന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പെൻ ടൂളിലേക്ക് വരണം. ഇവിടെ പ്ലസ് വരുന്നുണ്ട്. ഈ പോയിന്റുകൾ ആഡ് ചെയ്ത് ഇനി നമുക്ക് ഇതിനെ ആംഗിളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനിവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യുക. ഇവിടെ നമുക്കിതിനെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.
അതിനായി കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്ത് ഒരു കൺവെർട്ട് സിമ്പിൾ കിട്ടുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പിടിച്ച് വലിക്കുക. അതുപോലെ ഇവിടെ പോയിന്റ് ആഡ് ചെയ്യുക. ആൾട്ട് ക്ലിക്ക് കൺട്രോൾ പിടിച്ച് വലിക്കുക. ആഡ് ചെയ്യുക. ആൾട്ട് ക്ലിക്ക് കൺട്രോൾ പിടിച്ച് വലിക്കുക. ക്ലിക്ക് ആൾട്ട് ക്ലിക്ക് കൺട്രോൾ പിടിച്ച് വലിക്കുക. അതുപോലെ കൺട്രോൾ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ പോയിന്റുകൾ ഇവിടെ പൊസിഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ മൂവ് ചെയ്യാനും അല്ലെങ്കിൽ പോയിന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും എല്ലാം സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കർവി ടൈപ്പ് പാത്ത് കിടക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഞാനിത് സൂം ചെയ്യുകയാണ്. കൺട്രോൾ സ്പേസ് ബാർ സൂം ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടേക്ക് പോയിന്റ് ആഡ് ചെയ്ത് പോവാം. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പാത്ത് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഒരു ആങ്കർ പോയിന്റ് ആഡ് ചെയ്തതിനു ശേഷം കൺട്രോൾ കീബോർഡിൽ പ്രസ് ചെയ്തതിനു ശേഷം ഉയർത്തുക. ഇനി കൺട്രോൾ റിലീസ് ചെയ്യാതെ തന്നെ നമ്മൾ ഈ ഹാൻഡിൽസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്യുക. പോയിന്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കീബോർഡിൽ യാതൊരു കീയും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഡ് ചെയ്തതിനു ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് വേണം നമുക്ക് പാത്ത് ഉയർത്താനും താഴ്ത്താനും അതുപോലെ ചേഞ്ചസ് വരുത്താനും. ഇവിടെ ഈ ഹാൻഡിലിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ പോയിന്റ് ആഡ് ചെയ്യുക. കൺട്രോൾ പിടിച്ച് ഉയർത്തുക. ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ പിടിച്ച് ഉയർത്തുക. ഇനി കൺട്രോൾ 0. ഇവിടെ നമ്മൾ കീബോർഡിൽ കൺട്രോൾ പിടിച്ച് സെലക്ട് ചെയ്യുന്നു, ആങ്കർ പോയിന്റ് മൂവ് ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ടൂൾ ബോക്സിൽ അതിന് അനുവദനീയമായ മറ്റൊരു ടൂളുണ്ട്. പാത്ത് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്ന ടൂളാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പാത്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇത് മൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ആങ്കർ പോയിന്റുകളൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ കൂടെ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്നൊരു ടൂളുണ്ട്. ഇതെടുത്താൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ പോയിന്റുകൾ ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് എടുക്കുന്നത്. ഇവിടെ അൺഡു ചെയ്യാം. കൺട്രോൾ ആൾട്ട് ഇസഡ്. ഇനി അടുത്ത ഒരു ഇമേജ് നോക്കാം. 3. ഇവിടെ നമുക്ക് കർവി ടൈപ്പ് ഇതുപോലെ ഇങ്ങനെ ഒരു ഫ്ലോ പോലെ ഒരു സിക്സാഗ് പോലെയുള്ള പാത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി പെൻ ടൂൾ തന്നെ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കർവായിട്ടാണ് വരേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് മൗസ് റിലീസ് ചെയ്തതിനു ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് വലിക്കുക. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു കർവ് ടൈപ്പ് പാത്തായിരിക്കും അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. മൗസ് പോയിന്റർ റിലീസ് ചെയ്യാതെ നമ്മൾ താഴേക്ക് വലിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കർവ് ടൈപ്പ് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വിടാതെ മുകളിലേക്ക് വലിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുക. ഇനി അടുത്ത സൈഡിലേക്ക് പാത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണക്ഷൻ വരും. അതുകൊണ്ട് ഞാൻ കൺട്രോൾ പിടിച്ചുകൊണ്ട് പാത്ത് സെലക്ഷൻ കളയുകയാണ്. ഇനി അടുത്ത പോയിന്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്തു, മൗസ് റിലീസ് ചെയ്തു, വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് വിടാതെ മുകളിലേക്ക് വലിക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടാതെ മുകളിലേക്ക് വലിക്കുക. കൺട്രോൾ ക്ലിക്ക്. ഇനി ഒരു സർക്കിളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, വിടാതെ മുകളിലേക്ക് വലിക്കുക. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടാതെ താഴേക്ക് വലിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സർക്കിൾ ഫോം ചെയ്യുന്നതായി കാണാം. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പാത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് കീബോർഡിൽ കൺട്രോളും ആൾട്ട് കീയും പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ടൂളിൻ്റെ കൂടെ ഒരു പ്ലസ് സിമ്പിൾ വരുന്നത് കാണാം. ഇനി നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് വലിക്കുകയാണെങ്കിൽ സർക്കിളിൻ്റെ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് പാത്ത് വന്നിരിക്കുന്നതായി കാണാം. കൺട്രോൾ ഇസഡ്. ഇനി അടുത്ത ഒരു ഇമേജ് നോക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ആംഗിൾ ഷേപ്പ്, അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ആംഗിൾ ഷേപ്പിലുള്ള കർവുകൾ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം.
ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ മൗസ് റിലീസ് ചെയ്തു, വീണ്ടും ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് വലിക്കുക. ഇനി ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്ത് വിടാതെ താഴേക്ക് വലിക്കുക. ഇനി അടുത്ത പോയിന്റ് ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ അത് ശരിയായി കിട്ടില്ല. അൺഡു ചെയ്യുക. നമ്മൾ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് തുടങ്ങണം. ഈ പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത് വലിക്കുമ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കും ഒരു ഹാൻഡിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ ഹാൻഡിൽ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് അടുത്ത പോർഷൻ കർവായിട്ട് വരുന്നത്. നമുക്ക് ഈ താഴേക്കുള്ള ഹാൻഡിൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതിനായി ആൾട്ട് കീ പ്രസ് ചെയ്ത് ഈ ജോയിന്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ള ഈ ഹാൻഡിൽ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണാം. ഇനി വീണ്ടും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് വലിക്കുക. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടാതെ താഴേക്ക് വലിക്കുക. ഇനി കൺട്രോൾ പിടിച്ച് പുറത്ത് ക്ലിക്ക് ചെയ്താൽ നാ പോലെയുള്ള ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഇവിടെ ഡിയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ഇ എന്ന് പറയുന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ മൗസ് റിലീസ് ചെയ്തതിനു ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് വലിക്കുക. മൗസ് ക്ലിക്ക് ചെയ്ത് വിടാതെ വേണം താഴേക്ക് വലിക്കാൻ. ഓക്കെ, ഇനി ഇവിടെ ഒരു ആംഗിളാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ആൾട്ട് കീ പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുന്നതാണ്. കൺട്രോൾ പിടിച്ച് സെലക്ഷൻ കളയുക. ഇനി അടുത്ത ഈ ഒരു ഷേപ്പിലേക്ക് നമുക്കൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യണം. അതിനെ ഇവിടെ ക്ലിക്ക് ചെയ്തു, അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, മൗസ് റിലീസ് ചെയ്തു, വീണ്ടും ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുക. വീണ്ടും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് മൗസ് വിടാതെ താഴേക്ക് വലിക്കുക. ഇനി ഇവിടെ ഒരു ആംഗിളാണ് വരുന്നത്. അത് നമുക്ക് ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ ഹാൻഡിൽ കളയുക. അതിനുശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ആവുന്നതാണ്. നമുക്ക് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നോക്കാം. കൺട്രോൾ ആൾട്ട് കീബോർഡിൽ പ്രസ് ചെയ്തതിനു ശേഷം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇനി നമ്മൾ വരച്ചിരിക്കുന്ന ഈ പാത്തുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി സെലക്ഷൻ എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും, മേക്ക് സെലക്ഷൻ. ഇതിനകത്ത് നമുക്ക് ന്യൂ സെലക്ഷൻ ആണ് ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ പുതിയ സെലക്ഷൻ വരുന്നതാണ്. അതുപോലെ അതിന്റെ ഫെദർ റേഡിയസ് നമുക്ക് കൊടുക്കണമെങ്കിൽ അതിന് ചേഞ്ചസ് വരുത്താവുന്നതാണ്. തൽക്കാലം ഞാൻ ഓക്കെ കൊടുക്കുന്നു. നമ്മൾ ഉണ്ടാക്കിയ പാത്തുകൾ സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നതായി കാണാം. അതല്ലെങ്കിൽ നമ്മൾ പാത്ത് ഉണ്ടാക്കിയതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ എൻ്റർ കീ പ്രസ് ചെയ്താലും മതിയാകും. കൺട്രോൾ സെറ്റ്. അതല്ലെങ്കിൽ പാത്ത് സെലക്ട് ചെയ്യാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. നമ്മുടെ ഈ പാത്ത് എന്ന് പറഞ്ഞൊരു പാലറ്റ് ഉണ്ട്. ഈ പാലറ്റ് ആക്റ്റീവ് ആക്കുക. അപ്പോൾ ഇതിന്റെ ചുവട്ടിൽ ലോഡ് പാത്ത് ആസ് എ സെലക്ഷൻ എന്നൊരു ബട്ടൺ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്ത് സെലക്ഷനിൽ വരുന്നതാണ്. കൺട്രോൾ സെറ്റ്. പാത്ത് വരച്ച് സെലക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് സെലക്ഷൻ പാത്താക്കി മാറ്റാനുള്ള ഓപ്ഷനും ഫോട്ടോഷോപ്പ് അനുവദിക്കുന്നുണ്ട്. ലാസ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മളൊരു സെലക്ഷൻ വരയ്ക്കുന്നു. ഇത് നമുക്ക് പാത്താക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ഇവിടെ ഈ പാത്ത് പാലറ്റിന്റെ ചുവട്ടിൽ തന്നെ മേക്ക് വർക്ക് പാത്ത് ഫ്രം സെലക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ സെലക്ഷൻ ഒരു പാത്തായി മാറിയിരിക്കുന്നത് കാണാം. കൺട്രോൾ സെറ്റ്. അതല്ലെങ്കിൽ ഇവിടെ ഈ പാലറ്റിന്റെ മൂലയിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് മേക്ക് വർക്ക് പാത്ത് എന്ന ഓപ്ഷൻ കൊടുത്താൽ മതിയാകും. ഇവിടെ നമുക്ക് ടോളറൻസ് കൊടുക്കാം. ഓക്കെ. നമ്മൾ പാത്തുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ബ്രഷ് എടുത്ത് വരച്ചാൽ കറക്റ്റായി കിട്ടണമെന്നില്ല. നോക്കാം. ബ്രഷ് ടൂൾ ഫ്ലോ കൂട്ടിയിടുന്നു. ബ്രഷിന്റെ വലിപ്പം കുറയ്ക്കാം. ഞാനിവിടെ ലെയറിൽ വന്ന് പുതിയൊരു ലെയർ ഉണ്ടാക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ വരച്ചാൽ ഇതിന് ഷാർപ്പായി വരുന്നതല്ല. ഇത് പുതിയ ലെയറിൽ ക്രിയേറ്റ് കൊണ്ട് നമുക്കിത് മൂവ് ചെയ്ത് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതിന്റെ പാത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമാണ്. ഞാൻ അൺഡു ചെയ്യുകയാണ്. കൺട്രോൾ ആൾട്ട് ഇസഡ്. ഇവിടെ സെലക്ഷനായി നിൽക്കുന്ന പാത്തുകൾ ഉപയോഗിച്ച് ബ്രഷ് വെച്ച് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ ഈ പാലറ്റിന്റെ മൂലയിൽ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് പാത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇവിടെ ഈ പാത്തിന്റെ ചുവട്ടിലുള്ള സ്ട്രോക്ക് പാത്ത് വിത്ത് ബ്രഷ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുകയോ ചെയ്താൽ നിലവിൽ ആക്റ്റീവായി നിൽക്കുന്ന ബ്രഷിന്റെ സൈസ് അതുപോലെ അതിന്റെ കളർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ പുതിയ ഒരു ലെയറിലാണ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിത് മാറ്റിവെച്ച് കാണാമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഞാനിത് കൺട്രോൾ സെറ്റ് നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം.
ഇനി പാത്തിൽ വരിക, ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് പാത്ത്. നമുക്ക് ഏത് ടൂൾ ഉപയോഗിച്ചാണ് ഇവിടെ പാത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ബ്രഷാണ് ആക്റ്റീവായി കിടക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായ ടൂളുകൾ എടുക്കാവുന്നതാണ്. ഞാൻ ബ്രഷ് തന്നെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുത്താൽ ഒരു പുതിയ ലെയറിൽ നമുക്ക് ഇങ്ങനെയുള്ള ബ്രഷ് ഷേപ്പുകൾ വന്നിരിക്കുന്നതായി കാണാം. ഇത് ബ്രഷ് വെച്ച് വരയ്ക്കുക എന്ന് പറയുന്നത് തികച്ചും ബുദ്ധിമുട്ടാണ്. ഞാനിത് അൺഡു ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ലെയർ റിമൂവ് ചെയ്ത് കളഞ്ഞാലും മതി. ഇവിടെ ഈ ട്രാഷ് ബിന്നിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ പാത്തിന്റെ മറ്റൊരു ഗുണം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പാത്തിന്റെ റെഫറൻസ് എടുക്കാവുന്നതാണ്. ഇവിടെ പാത്ത് ഇനാക്റ്റീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ പാത്ത് എന്ന് പറയുന്ന ബട്ടണിൽ വന്ന് നമുക്ക് മറ്റൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മൾ പാത്ത് സെലക്ഷൻ കളയുകയോ ചെയ്താൽ നമുക്ക് പാത്ത് ഇനാക്റ്റീവ് ആവുന്നതാണ്. മറ്റൊരവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഈ വർക്ക് പാത്ത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഈ പാത്ത് സെലക്ഷൻ ആവുന്നതാണ്. അതുപോലെ നമുക്ക് സ്ട്രോക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ പാത്തിൽ ഫോർഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ ഈ പാത്തിന്റെ ചുവട്ടിൽ ഫിൽ പാത്ത് വിത്ത് ഫോർഗ്രൗണ്ട് കളർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഈ മൂലയിൽ ക്ലിക്ക് ചെയ്ത് ഫിൽ പാത്ത് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫിൽ പാത്ത് എന്നൊരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ നമുക്ക് എന്താണ് ഫില്ല് ചെയ്യേണ്ടത്, ഫോർഗ്രൗണ്ട് കളർ, അതായത് ഈ കളറാണോ ഫില്ല് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറാണോ വേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതല്ല മറ്റേതെങ്കിലും കളറാണ് വേണ്ടതെങ്കിൽ ഡയലോഗ് ബോക്സിൽ നിന്നും കളർ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നോർമൽ വേണോ അതല്ല കളർ ഡോഡ്ജ്, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡുകളുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ 100 മാക്സിമത്തിലാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ കുറയ്ക്കാനും അതുപോലെ വേരി ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ ഫെദർ റേഡിയസ്, ഇതിന് നമുക്ക് വരുന്ന കളറിന് എൻ്റെ എഡ്ജ് അത്ര ഷാർപ്പായിട്ട് വേണ്ടെങ്കിൽ നമുക്ക് ഫെദർ റേഡിയസ് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 10 കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ ഈ ഒബ്ജക്റ്റ് വരുന്ന ഫില്ല് ചെയ്ത് വരുന്നത് ഇങ്ങനെ ഫെദർ ആയിക്കൊണ്ട് ഡിസ്പ്ലേ ആവുന്നതാണ്. കൺട്രോൾ സെറ്റ്. നമ്മൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്ത് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഡയലോഗ് ബോക്സ് ചോദിക്കുന്നതല്ല, ഇവിടെ ഡയറക്റ്റ് ഫോർഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്ത് വരുന്നതാണ്. ഞാനിവിടെ അൺഡു ചെയ്യുന്നു. അതുപോലെ പാത്തിന് ഇവിടെ നമുക്ക് പേര് നൽകാൻ കഴിയും. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഒരു ഒബ്ജക്റ്റ് പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്ത് നോക്കാം. ഫയൽ, ഓപ്പൺ. ഇവിടെ നമുക്ക് പാത്ത് പെൻ ക്ലിക്ക് ചെയ്യേണ്ട ഏരിയ ഇവിടെ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാ ഒബ്ജക്റ്റുകളും ഇതുപോലെ നമുക്ക് പാത്ത് ഇട്ടായിരിക്കില്ല കിട്ടുന്നത്. ജസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കാം. പെൻ ടൂൾ എടുക്കുക. ടൂൾ ബോക്സിൽ പോയി പെൻ ടൂൾ എടുക്കുന്നതിന് പകരം കീബോർഡിൽ പി പ്രസ് ചെയ്താൽ നമുക്ക് പെൻ ടൂൾ കിട്ടുന്നതാണ്. ഞാനിത് മാക്സിമം സൂം ചെയ്യുന്നു. കൺട്രോൾ സ്പേസ് ബാർ. നമുക്ക് ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോ പോയിന്റിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നതെന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചു. ഞാനിത് അൺഡു ചെയ്യുന്നു. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അടുത്ത പാത്തിന്റെ ഡയറക്ഷൻ അത് എങ്ങനെയാണ് വരുന്നതെന്ന കണക്ഷൻ നമുക്ക് മുൻകൂട്ടി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. സെറ്റിംഗ്സിൽ പോയി റബ്ബർ ബാൻഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ അത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പാത്ത് ക്രിയേഷൻ ആരംഭിക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അടുത്ത പോയിന്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടാതെ നമ്മൾ ഇതിന് പാരലായിട്ട് വലിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പാത്ത് കറക്റ്റ് ആ ഔട്ടറിൽ തന്നെ വന്ന് എത്തുന്നതാണ്. അതുപോലെ അടുത്ത പോയിന്റിലൂടെ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ചെറുതായിട്ട് കർവിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ മതി. അതുപോലെ ഇവിടെ ഒരു കർവുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് വലിക്കുക. സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഹാൻഡ് ടൂൾ കിട്ടുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് വലിക്കുക. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ കറക്റ്റ് ഷേപ്പ് വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഹാൻഡിലിനെ വലിച്ചത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചെറിയൊരു ഒടിച്ചിൽ ഇവിടെ സംഭവിക്കുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ആൾട്ട് കീ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഹാൻഡിൽ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ആൾട്ട് കീബോർഡിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഹാൻഡിൽ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തതും സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്താൽ അത് കറക്റ്റ് ഷേപ്പിൽ ഇവിടെ കർവായി കിട്ടുന്നതാണ്. വീണ്ടും ഇവിടെ ഈ കർവ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വലിച്ചപ്പോൾ ഇവിടുത്തെ നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇങ്ങനെ വളഞ്ഞാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മളിവിടെ ആൾട്ട് കീ പ്രസ് ചെയ്യുക. വീണ്ടും ഇവിടെ ചെറിയൊരു കർവേ ഉള്ളൂ, അതനുസരിച്ച് വലിക്കുക.
അതുപോലെ ഇവിടെ വലിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് ആ പാത്ത് വന്നിട്ടുണ്ട്. അതുപോലെ അടുത്ത് ഇവിടെ നമുക്ക് ചെറിയൊരു കർവ് ആവശ്യമാണ്. അതുപോലെ അടുത്ത ഈ പോയിന്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വളഞ്ഞാണ് വരുന്നത്. ആൾട്ട് കീ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചെറിയൊരു പാത്ത് ആവശ്യമാണ്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടാതെ വലിക്കുക. ഇവിടെ കർവ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആൾട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഹാൻഡിൽ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഇവിടെയൊന്നും വലിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇവിടെ ചെറിയ ഒരു, അതുപോലെ ഇവിടെയും ചെറുതായിട്ട് ഒരു കർവുണ്ട്. അടുത്ത പോയിന്റിൽ വരുമ്പോൾ ഇവിടെ ഒരു ഔട്ട് സൈഡിൽ നിന്ന് വിട്ടാണ് പാത്ത് വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ആൾട്ട് ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് ചെറിയൊരു കർവ് കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ ഒരു ആംഗിളാണ് വരുന്നത്. ഈ ആംഗിൾ നമുക്ക് ഇവിടെ ഹാൻഡിൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യമാണ്. ഇവിടെ ആൾട്ട് ക്ലിക്ക് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെയൊന്നും നമുക്ക് കർവിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെയും കർവ് വരുന്നില്ല. ഇവിടെ ഒരു കർവ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു കർവ് വരുന്നുണ്ട്. അത് ഇവിടുത്തെ കർവ് കറക്റ്റ് ആക്കിയപ്പോൾ ഇത് ആനുപാതികമായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു കർവ് അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ആവശ്യമാണ്. അതുപോലെ ഇവിടെ അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടേക്ക് വരുമ്പോൾ അത് ആ പാത്ത് എൻഡ് ആവുന്നതും, അതുപോലെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ലൈൻ സ്ട്രെയിറ്റ് ആണ് വരുന്നത്. നമുക്ക് ക്ലിക്ക് ചെയ്ത് വിടാതെ ചെറുതായിട്ട് വലിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാത്ത് ക്രിയേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. Ctrl+0. ഇത് കൺട്രോൾ എൻ്റർ കീ പ്രസ് ചെയ്താൽ സെലക്ഷനിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. മൂവ് ടൂൾ എടുത്ത് Ctrl+D ചെയ്താൽ ഒബ്ജക്റ്റ് കട്ട് ചെയ്ത് വന്നിരിക്കുന്നതായി കാണാം. Ctrl+Z. പാത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പാത്ത് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കണം നിൽക്കേണ്ടത്. ഇവിടെ ഈ പ്രോപ്പർട്ടി ബാറിൽ ഇത് ഷേപ്പ് എന്ന ഓപ്ഷനിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് പാത്ത് ക്രിയേറ്റ് ആവുന്നതോടൊപ്പം ഒരു ഫിൽ ഷേപ്പ് ആയിരിക്കും ഇവിടേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഇങ്ങനെ മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിവിടെ ലെയറിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരു പുതിയ ഷേപ്പ് 1 എന്ന് പറയുന്ന ഒരു ലെയർ ഇവിടെ ക്രിയേറ്റ് ആയി വരുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് ഷേപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിലൂടെ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച്, ഈ ഫില്ല് വന്നിരിക്കുന്ന കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കളറിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ ഇതിന് ഈ പാത്തിന് സ്ട്രോക്ക് ഇവിടേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന് സ്ട്രോക്കിൻ്റെ കളറ്, അതുപോലെ സ്ട്രോക്കിൻ്റെ സ്റ്റൈല് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്ട്രോക്കിന് ഗ്രേഡിയൻ്റ് പോലെ മതിയെങ്കിൽ അങ്ങനെ ഗ്രേഡിയൻ്റ് ആയിട്ട് കൊടുക്കാം. സോളിഡ് കളർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ ഷേപ്പ്, ഇപ്പോൾ വന്നിരിക്കുന്ന സ്ട്രോക്ക് ഡോട്ടഡ് സ്ട്രോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡാഷ്ഡ് സ്ട്രോക്ക് ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രോക്ക് ആയിട്ടോ കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അലൈൻ ചെയ്യാം. നമുക്ക് ഈ പാത്തിൻ്റെ ഇൻസൈഡിലാണോ അല്ലെങ്കിൽ ഔട്ട് സൈഡിലാണോ സ്ട്രോക്ക് വരേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പാത്തിൻ്റെ ഇൻസൈഡിലാണ് സ്ട്രോക്ക് വന്നിരിക്കുന്നത്. ഇത് കൊടുക്കുകയാണെങ്കിൽ പാത്തിൻ്റെ സെൻറ്ററിലായിരിക്കും ആ സ്ട്രോക്ക് വരുന്നത്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പാത്തിൻ്റെ ഔട്ട് സൈഡിലായിരിക്കും ആ സ്ട്രോക്ക് വരുന്നത്. ഇവിടെ ഒരു ക്യാപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ആ സ്ട്രോക്കിൻ്റെ കർവായിട്ടാണ് വേണമെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. ഔട്ട് സൈഡിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്ത് വരയ്ക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഇത് സൂം ചെയ്യാം. മാക്സിമം സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ വന്ന് നമുക്കിതിൻ്റെ ക്യാപ്സ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കർവി ടൈപ്പായിട്ടാണ് വരുന്നത്. നമുക്ക് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്ട്രോക്കിൻ്റെ വെയിറ്റ് നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കർവി ടൈപ്പായിട്ടായിരിക്കും അതിൻ്റെ എൻഡ് വരുന്നത്. അത് Ctrl+0 അടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തും അതുപോലെ റൈറ്റ് സൈഡിലും ഇതുപോലെ വരുന്നതാണ്. Ctrl+0. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പാത്തിൻ്റെ സ്റ്റാർട്ട് ഇവിടെയാണ്. ഇവിടെയും വിട്ട് പുറത്തേക്ക് ആണ് ഇത് ചാടുന്നത്. എൻഡ് പാത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ചാടിയാണ് വരുന്നത്. ഇവിടെ ഈ ഓപ്ഷൻ നമുക്ക് ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ ആ പാത്തിന് കറക്റ്റായിട്ടായിരിക്കും ഇവിടെ സ്ട്രോക്ക് വരുന്നത്. അതുപോലെ അടുത്ത കോർണറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. Ctrl+0. ഇവിടെ ആംഗിളായിട്ടുള്ള സ്ട്രോക്ക് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ വരച്ചു. കൺട്രോൾ കീബോർഡിൽ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ പാത്ത് എൻഡ് ആവുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തു. നമുക്ക് ഇവിടെ നിന്നും ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ
ഇതിൻ്റെ ഈ മൂല അല്ലെങ്കിൽ ഈ കോർണർ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ ഇതിങ്ങനെ കെർവി ടൈപ്പായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ വരുന്നതായി കാണാം. ഇനി ഇവിടെ ഈ സ്ട്രോക്കിൻ്റെ കൂടെ മോർ ഓപ്ഷൻസ് ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്ട്രോക്ക് എന്നൊരു ഡയലോഗ് ബോക്സ് വരുന്നതാണ്. ഇവിടെ പ്രീസെറ്റുകൾ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ കഴിയും. ഇവിടെ അലൈൻ നമ്മൾ ഇൻസൈഡ് ഇപ്പോൾ ഇവിടെ പഠിച്ചതാണ്. അതുപോലെ ക്യാപ്സ്, കോർണേഴ്സ് ഇവിടെയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇവിടെ ഡാഷ്ഡ് ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാനിത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള ഒരു സ്ട്രോക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം മോർ ഓപ്ഷൻസ്, ഇവിടെ നമുക്ക് ഡാഷ്ഡ് ലൈൻ കൊടുക്കുകയാണെങ്കിൽ ഇത് 4, 2 ഈ ഒരു ഗ്യാപ്പിലാണ് പോകുന്നത്. അതിൻ്റെ ഡാഷ് എത്ര വേണം, ഗ്യാപ്പ് എത്ര പോയിന്റ് വേണം എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഡാഷ് ഞാൻ ഇവിടെ കൂട്ടുകയാണെങ്കിൽ ഒരു 5 പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5 പോയിന്റ്. അതുപോലെ ഗ്യാപ്പ്, ഇവിടെ ഈ ഗ്യാപ്പ് 2 പോയിന്റ് ആയിരിക്കും വരുന്നത്. നമുക്ക് വീണ്ടും ഞാനിവിടെ കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് ഡിസ്റ്റൻസ് കൂടി വരുന്നതാണ്. ഇവിടെ 5 പോയിന്റ് ഉള്ള ഒരു ലൈൻ, അതിനുശേഷം ഒരു 3 പോയിന്റ് ഡിസ്റ്റൻസ് ഉള്ള ഒരു ഗ്യാപ്പ്, വീണ്ടും 5 പോയിന്റ്, 3 ഡിസ്റ്റൻസ് 5, ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇതിൻ്റെ അടുത്ത ഡാഷ് വരേണ്ടത് ഒരു 2 പോയിന്റ് ആണെങ്കിൽ ഇവിടെ 5 പോയിന്റ് ഡിസ്റ്റൻസ് ഉള്ള ഒരു ലൈനും 3 ഡിസ്റ്റൻസ് ഗ്യാപ്പും, വീണ്ടും അടുത്ത ഡാഷ് വരുന്നതിന് 2 പോയിന്റ് ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം പിന്നെ ഗ്യാപ്പ് നമുക്ക് എത്ര വേണമെന്നുള്ളത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ 1 കൊടുക്കുന്നതെങ്കിൽ 1 പോയിന്റ് ആയിരിക്കും ഒരു ഡിസ്റ്റൻസ് വരുന്നത്. അതിനുശേഷം വീണ്ടും ഇങ്ങനെയായിരിക്കും ഇത് പോകുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രീസെറ്റ് സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ലിസ്റ്റിലേക്ക് ഈ ടൈപ്പ് പ്രീസെറ്റ് കയറി വരുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ സേവ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അത് ഈ നമ്മുടെ ലിസ്റ്റിലേക്ക് കയറി വരുന്നതാണ്. ഇനി ഓക്കെ കൊടുക്കാം. ഫില്ലിൻ്റെ കളർ ചേഞ്ച് വരുത്താവുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു. നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്ത് കളയാം. ഒരു പുതിയ ഷേപ്പ് ഉണ്ടാക്കുകയാണ്. എനിക്ക് ഇതിൻ്റെ ഫിൽ കളർ ചേഞ്ച് വരുത്തണമെങ്കിൽ പാത്ത് സെലക്ഷൻ പോയിരിക്കുകയാണ്. നമുക്ക് കൺട്രോൾ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് സെലക്ഷനിലേക്ക് വരുന്നതാണ്. ഇനി ടൂൾ എടുത്ത് ഇവിടെ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇത് റീസെൻ്റ്ലി യൂസ്ഡ് കളർ സ്കീമാണ് ഇവിടെ കിടക്കുന്നത്. കൂടാതെ ഇവിടെ സ്വാച്ചസുകൾ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുള്ള കളറുകൾ സെലക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സോളിഡ് കളറാണ് വന്നിരിക്കുന്നത്, കാരണം ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ഷേപ്പിൽ ഒരു കളറും ഉണ്ടാവുന്നതല്ല. ഇനി ഈ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗ്രേഡിയൻസ് കിട്ടുന്നതാണ്. ഇവിടെ ധാരാളം ഗ്രേഡിയൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഗ്രേഡിയൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗ്രേഡിയൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതെല്ലാം മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇത് ക്യാൻസൽ ചെയ്തു. അതുപോലെ ഈ വന്നിരിക്കുന്ന ഗ്രേഡിയൻറ്റ് നമുക്ക് സ്റ്റൈലുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലീനിയർ, റേഡിയൽ, ആംഗിൾ, റിഫ്ലക്റ്റഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഗ്രേഡിയൻറ്റുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ അതിൻ്റെ സ്കെയിലിംഗ് ഇവിടെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ആംഗിൾ നമുക്കിവിടെ ചേഞ്ച് വരുത്താവുന്നതാണ്. 90 ഡിഗ്രിയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇത് ചേഞ്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഗ്രേഡിയൻസ്, അതിൻ്റെ ഡയറക്ഷൻ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ റിവേഴ്സ് ഗ്രേഡിയൻ കളേഴ്സാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗ്രേഡിയൻ്റ് ആയിരിക്കും വരുന്നത്. ഈ ഷേപ്പിൻ്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് കൺട്രോൾ T പ്രസ് ചെയ്താൽ നമുക്കിവിടെ ട്രാൻസ്ഫോം കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഈ വിഡ്ത്ത് W എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത് ആവശ്യമുള്ള വിഡ്ത്ത് അടിച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഹൈറ്റ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ഈ ഒരു ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിഡ്ത്തും ഹൈറ്റും പ്രൊപ്പോർഷണൽ അളവിൽ മാറുന്നതായി കാണാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാനിവിടെ ചേഞ്ച് വരുത്തുമ്പോൾ ഈ വിഡ്ത്തിന് ആനുപാതികമായി തന്നെ അതിൻ്റെ ഹൈറ്റിൽ വ്യത്യാസം വന്നിരിക്കുന്നതായി കാണാം. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ന്യൂ ലെയർ, അതായത് നമ്മൾ വരയ്ക്കുന്ന ഷേപ്പുകൾ പുതിയ പുതിയ ലെയറുകളായിട്ടായിരിക്കും വരുന്നത്. അത് ഈ ഓപ്ഷൻ ആക്റ്റീവായി കിടക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഷേപ്പ് 2 എന്ന് പറഞ്ഞൊരു ലെയർ വന്നിട്ടുണ്ട്. നേരത്തെ ഇത് കിടക്കുന്നത് ഷേപ്പ് 1 എന്ന് പറയുന്ന ലെയറിലാണ്. ഇനി വീണ്ടും നമ്മൾ വരയ്ക്കുമ്പോൾ അത് ന്യൂ ലെയറുകളായിട്ടാണ് ഓരോ ഷേപ്പുകളും വരുന്നത്. ഇത് ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇവിടെ കമ്പൈൻ ഷേപ്പ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ആക്കുന്നതെങ്കിൽ
ഇനി വരയ്ക്കുന്ന ഷേപ്പ് ഈ ഷേപ്പുമായി കമ്പൈൻ ചെയ്യുന്നതായി കാണാം. ഇവിടെ ലെയറുകൾ ഫോം ചെയ്യുന്നില്ല, മറിച്ച് ഇത് രണ്ടും ഒരൊറ്റ ലെയറിൽ കമ്പൈൻ ചെയ്താണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇനി വരയ്ക്കുന്ന ഷേപ്പ് ഈ ഷേപ്പിൽ നിന്നും സബ്ട്രാക്ട് ചെയ്ത് പോകുന്നതായി കാണാം. ഇവിടെ അത്രയും ഏരിയ സബ്ട്രാക്ട് ചെയ്ത് പോയിരിക്കുകയാണ്. മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഇന്റർസെക്റ്റ് ഷേപ്പ് ഏരിയ. അതായത് ഇനി വരയ്ക്കുന്ന ഷേപ്പ് നമുക്ക് ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഏരിയ മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ഇവിടെ നോക്കാം, ബാക്കിയുള്ള മൊത്തം ഷേപ്പുകളും ഈ ഇന്റർസെക്ഷൻ പോയിന്റ് മാത്രം നിലനിർത്തിക്കൊണ്ട് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇനി എക്സ്ക്ലൂഡ് ഓവർലാപ്പിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വരച്ചിരിക്കുന്ന ആ ഷേപ്പ് ഓവർലാപ്പിംഗ് ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള പോർഷനിലേക്ക് ഫില്ല് ചെയ്ത് കാണിക്കുന്നതാണ്. ഇനി അടുത്തൊരു ഓപ്ഷനാണ് അലൈൻ ഷേപ്പ്. നമുക്ക് ഷേപ്പുകൾ അല്ലെങ്കിൽ പാത്ത് നമുക്ക് അലൈൻ ചെയ്യാൻ സാധിക്കും. അതിനായി ഞാനിപ്പോൾ ഒരു ഷേപ്പ് നമുക്ക് വരയ്ക്കാം. ഇവിടെ ന്യൂ ലെയർ, ഞാനിവിടെ ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഇത് നമുക്ക് ക്യാൻവാസിലേക്ക് അലൈൻ ചെയ്യാം. അതുപോലെ ഒരു സെലക്ഷൻ എടുത്തിട്ട് സെലക്ഷനിലേക്കും അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ലെഫ്റ്റ് എഡ്ജസ്, അതായത് ഇപ്പോൾ ഇവിടെ ആക്റ്റീവായി കിടക്കുന്ന അലൈൻ ടു ക്യാൻവാസ്, ഈ ക്യാൻവാസിലേക്കാണ് ഇത് അലൈൻ ചെയ്യേണ്ടത്. ലെഫ്റ്റ് എഡ്ജിലേക്ക് മാറണം. ക്യാൻവാസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഹൊറിസോണ്ടൽ സെൻറ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ക്യാൻവാസിൻ്റെ ഹൊറിസോണ്ടലി സെൻറ്റേഴ്സ് വരികയും ഇവിടെ നമ്മൾ റൈറ്റ് എഡ്ജസ് ആണ് കൊടുക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ആ ഒബ്ജക്റ്റ് മാറുകയും, അതുപോലെ റൈറ്റ് കൊടുത്തു നമ്മൾ ടോപ്പ് എഡ്ജസ് ആണ് കൊടുക്കുന്നതെങ്കിൽ മുകളിലേക്ക് വരികയും, ഇവിടെ നമ്മൾ വെർട്ടിക്കൽ സെൻറ്റർ ഉണ്ട്, ഈ ക്യാൻവാസിൻ്റെ വെർട്ടിക്കലി സെൻറ്ററായി വരുന്നതും കാണാം. ഇവിടെ ഞാൻ ഹൊറിസോണ്ടൽ സെൻറ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ മൊത്തം ഈ ക്യാൻവാസിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഷേപ്പ് വന്നിരിക്കുന്നത്. കൂടാതെ ബോട്ടം എഡ്ജ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ഇതിനെ അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പെൻ ടൂളിൻ്റെ പ്രോപ്പർട്ടിയിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, പാത്ത് അറേഞ്ച്മെൻറ്റ്. ഇത് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായി നമുക്ക് ഇതിൽ നിന്നും ഈ ആവശ്യമില്ലാത്ത ഷേപ്പുകളെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഡിലീറ്റ്. ഇനി ഞാൻ ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. മറ്റൊരു ഷേപ്പ് കൂടി വരയ്ക്കാം. അത് നമുക്ക് ഇതിൽ കമ്പൈൻ ചെയ്ത് വരയ്ക്കണം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് കമ്പൈൻ ഷേപ്പ് കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത് വരച്ചിരിക്കുന്ന ഈ ചെറിയ സ്ക്വയറാണ് സെലക്ഷനിൽ കിടക്കുന്നത്. നമുക്ക് ഇവിടെ വന്ന് സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് കൊടുത്താൽ ഇത് ഇങ്ങനെയായിരിക്കും സബ്ട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഇത് അൺഡു ചെയ്യാം. വീണ്ടും ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ചെറിയ ഷേപ്പ് ഞാൻ അറേഞ്ച്മെൻറ്റിൽ വന്ന് സെൻഡ് ഷേപ്പ് ടു ബാക്ക് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് തന്നെ സെലക്ഷനിൽ നിൽക്കുക. അതിനുശേഷം സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് കൊടുത്താൽ ഇതുമാതിരിയായിരിക്കും ഒബ്ജക്റ്റ് സബ്ട്രാക്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റ് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ലഭിക്കുന്നത്. നമുക്ക് അൺഡു ചെയ്യാൻ കഴിയുന്നതാണ്. കൺട്രോൾ Z. പെൻ ടൂൾ അഥവാ പാത്ത് ടൂളുമായി ബന്ധപ്പെട്ട മറ്റ് ടൂളുകളും ഫോട്ടോഷോപ്പിലുണ്ട്. ടൂൾ ബോക്സിൽ ഇവിടെ റെക്ടാങ്കിൾ ടൂൾ, അതുപോലെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്താൽ റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ, എലിപ്സ് ടൂൾ, പോളിഗൺ ടൂൾ, ലൈൻ ടൂൾ, കസ്റ്റം ഷേപ്പ് ടൂൾ. നമുക്ക് റെക്ടാങ്കിൾ ടൂൾ എടുക്കാം. ഇവിടെ ഞാൻ ഈ ഷേപ്പ് എല്ലാം റിമൂവ് ചെയ്ത് കളയാണ്. റെക്ടാങ്കിൾ ടൂളിലും നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ ഷേപ്പ്, പാത്ത്, പിക്സൽസ് 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഇവിടെ ഷേപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ഫില്ലിൽ കിടക്കുന്ന ഈ കളർ ഫില്ല് ചെയ്ത് ഒരു ഷേപ്പ് വരുന്നതാണ്. ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ മറ്റൊരു പാനൽ കിട്ടുന്നതാണ്, പ്രോപ്പർട്ടീസ് പാനൽ. വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ എക്സും വൈ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ കിട്ടുന്ന എല്ലാവിധ പ്രോപ്പർട്ടികളും നമുക്ക് ഈ പാനലിൽ ലഭിക്കുന്നതാണ്. അതിനുപരിയായി നമുക്ക് ഇവിടെ ടോപ്പ് ലെഫ്റ്റ് കോർണർ റേഡിയസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ടോപ്പ് റൈറ്റ് കോർണർ റേഡിയസ്, ബോട്ടം ലെഫ്റ്റ് കോർണർ റേഡിയസ്, ബോട്ടം റൈറ്റ് കോർണർ റേഡിയസ്. ഇവിടെ നമ്മൾ വിഡ്ത്ത് ചേഞ്ച് ചെയ്താൽ, ഞാനിവിടെ 300 കൊടുത്താൽ ഇതിൻ്റെ വിഡ്ത്ത് വർദ്ധിക്കുകയും, അതുപോലെ ഹൈറ്റ് ഇവിടെ ചേഞ്ച് ചെയ്താൽ ഹൈറ്റ് വ്യത്യാസപ്പെടുകയും ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഈ ലിങ്ക്, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ കാണുന്ന അതേ ലിങ്ക് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഇവിടെ ഈ ടോപ്പ് ലെഫ്റ്റ് കോർണർ എന്താണെന്ന് നോക്കാം. നമ്മൾ ഒന്നില്ലെങ്കിൽ ഇവിടെ ഈ മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് വിടാതെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഷേപ്പിൻ്റെ 4 കോർണറുകളും ഇതുപോലെ കർവ് ചെയ്ത് വരുന്നതാണ്.
കാരണം ഇവിടെ ഈ ലിങ്ക് ഓപ്ഷൻ ആക്റ്റീവായി കിടക്കുന്നതുകൊണ്ടാണ് ഒരു സൈഡിൽ പിടിച്ച് വലിക്കുമ്പോൾ മറ്റ് 3 കോർണറുകളും ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ഞാനിവിടെ വാല്യൂ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. 0 കൊടുത്താൽ ഈ 4 കോർണറുകളും 0 ആയി വരുന്നതായി കാണാം. ഞാനിവിടെ ഈ ലിങ്ക് ഇനാക്റ്റീവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇവിടെ ചേഞ്ച് വരുത്തിയാൽ ടോപ്പ് ലെഫ്റ്റ് കോർണർ മാത്രമായിരിക്കും ഇതുപോലെ കർവായി വരുന്നത്. അതുപോലെ ഈ ബോട്ടം റൈറ്റ് കോർണർ നമുക്ക് ചേഞ്ച് വരുത്താം. ഇൻഡിപെൻഡൻ്റ് ആയി ഓരോന്നും ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇനി 4 മൂലകളും ഒരുപോലെ തന്നെ വരണമെങ്കിൽ നമ്മൾ ഈ ലിങ്ക് ആക്റ്റീവായി കൊടുത്താൽ മതിയാകും. അതുപോലെ ഇവിടെ ഈ കമ്പൈൻ ഷേപ്പ് നമുക്ക് നേരത്തെ പെൻ ടൂളിൽ കണ്ടതാണ്. കമ്പൈൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ന്യൂ ഷേപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെക്റ്റാങ്കിൾ 1 ആദ്യം വരച്ചത് റെക്റ്റാങ്കിൾ 2 രണ്ടാമതായിട്ട് വരച്ചിരിക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു ഷേപ്പ് വരയ്ക്കുമ്പോൾ അത് ഇവിടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ്. അടുത്തൊരു ലെയർ ഫോം ചെയ്യുന്നില്ല. കമ്പൈൻ ഷേപ്സ് എന്ന ഓപ്ഷനിൽ കിടക്കുന്നതുകൊണ്ടാണ്. നമ്മളിനി ഇവിടെ സബ്ട്രാക്ട് ഫ്രം ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വരച്ചത് ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്ത് പോകുന്നത് കാണാം. കൂടാതെ ഇൻ്റർസെക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ വരച്ച ആ 2 ഷേപ്പുകൾ ഇൻ്റർസെക്റ്റ് ആവുന്ന പോയിന്റ് മാത്രമാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതുപോലെ നമുക്കിത് എക്സ്ക്ലൂഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്താലും അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്താലും നമുക്കിവിടെ ഈ ഷേപ്പിൻ്റെ പാത്ത് നമുക്കിവിടെ വിസിബിളായി കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പാത്ത് സെലക്ഷൻ ടൂൾ എടുക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിതിങ്ങനെ പൊസിഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് സെലക്ട് ചെയ്ത് പൊസിഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി ഫൈനലായിട്ട് ഇത് നമുക്ക് മെർജ് ചെയ്യാനും സാധിക്കും. അതിനായി ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെർജ് ഷേപ്പ് കമ്പോണൻസ് കൊടുത്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി ഈ ഷേപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ ഡെൻസിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഫെദർ, ഇതിൻ്റെ എഡ്ജ് നമുക്ക് സ്മൂത്ത് ആക്കാൻ സാധിക്കും. ആ ഷേപ്പിൻ്റെ എഡ്ജ് ഫെദറായി വരുന്നതാണ്. അതുപോലെ ഡെൻസിറ്റി നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഇതുമാതിരി ആ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നതായി കാണാം. ഫെദർ ഞാൻ 0യിലേക്ക് മാറ്റുന്നു. ഇനി നമുക്കിത് കോൺട്രാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ടൂളിൽ തന്നെ ഞാനൊരു ഷേപ്പ് വരച്ചാൽ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ ഇതിൻ്റെ പൊസിഷൻ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും മാറ്റി വെച്ച് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വിഡ്ത്ത് 152, ഹൈറ്റ് 151, അതായത് ഇവിടെ കിടക്കുന്ന നമ്മൾ നേരത്തെ വരച്ച അതേ അളവിലുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ അളവിലുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഞാനിവിടെ 175, ഓക്കെ. ഇവിടെ ഈ പറഞ്ഞ അളവിലുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി നമുക്ക് റൗണ്ടഡ് ആയിട്ടുള്ള റെക്ടാങ്കിൾസ് ആണ് വേണ്ടതെങ്കിൽ ടൂൾ ബോക്സിൽ ചെന്ന് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ എടുക്കാവുന്നതാണ്. അതിൻ്റെ റൗണ്ട്നെസ് എത്ര വേണമെന്നുള്ളത് നമുക്കിവിടെ ഈ റേഡിയസിൽ സെറ്റ് ചെയ്താൽ ആവശ്യത്തിന് റൗണ്ട്നെസ് കിട്ടുന്നതാണ്. ഞാനിവിടെ ഒരു 25 കൊടുക്കുന്നു. അതിനു മുമ്പ് ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇത് നമുക്ക് കോൺട്രാക്ട് ചെയ്ത് വയ്ക്കാം. ഇവിടെ നമ്മൾ വരച്ചാൽ നമുക്ക് റൗണ്ടഡ് ആയിട്ടുള്ള റെക്ടാങ്കിൾസ് വരുന്നതാണ്. വീണ്ടും ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ ഇതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു സെലക്ഷൻ കൂടി ലഭിക്കുന്നതാണ്. ഇത് ഡീസെലക്ട് ചെയ്യാം. ഇനി നമ്മൾ സാധാരണ ലെയറുകൾ ചെയ്യുന്ന പോലെ നമുക്കതിന് എഫക്റ്റ് കൊടുക്കാം, പോസിറ്റീവ് ചേഞ്ച് വരുത്താം. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അത് എല്ലാ ഷേപ്പ് ടൂളുകൾക്കും ബാധകമാണ്. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന റൗണ്ടഡ് റെക്ടാങ്കിൾ ഷേപ്പിന് നമുക്ക് എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പഠിച്ച നേരത്തെ ഇന്നർ ഷാഡോ കൊടുത്താൽ ലെയർ സ്റ്റൈൽ പ്രോപ്പർട്ടി വിൻഡോ വരുന്നതാണ്. ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഡിസ്റ്റൻസ്, ഇതിൻ്റെ ചോക്ക്, ഇതിൻ്റെ സൈസ്, ഓക്കെ. അതുപോലെ വേണമെങ്കിൽ ഇനി എഫക്ട്സ് കളർ ഓവർലേ എന്നൊരു എഫക്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഓക്കെ കൊടുത്താൽ ഇങ്ങനെയുള്ള എല്ലാവിധ എഫക്റ്റുകളും നമുക്ക് ഷേപ്പ് ലെയറുകൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി ഇവിടെ ഇതിൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. ഞാനിത് പഴയപടി തന്നെ ആക്കുന്നു. ഇവിടെ ഇത് കോൺട്രാക്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ടൂൾ എടുക്കാം, എലിപ്സ് ടൂൾ. ഇതെടുത്ത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ ലഭിക്കും. നേരത്തെ കണ്ട അതേ പ്രോപ്പർട്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി മറ്റൊരു സെറ്റപ്പ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഏത് ഷേപ്പ് ടൂൾ എടുത്താലും ഇവിടെ അൺകൺസ്ട്രെയിൻഡ്, സർക്കിൾ, ഡ്രോ ഡയമീറ്റർ ഓർ റേഡിയസ്, ഫിക്സഡ് സൈസ്, പ്രൊപ്പോർഷണൽ, ഫ്രം സെൻറ്റർ എന്നീ ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ്. റെക്ടാങ്കിൾ ടൂൾ എടുത്ത് സാധാരണ രീതിയിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് ക്രമീകരിച്ച് വരയ്ക്കാവുന്നതാണ്. ഇവിടെ ഈ ഓപ്ഷനിൽ സ്ക്വയർ ആണ് കിടക്കുന്നതെങ്കിൽ
നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു സ്ക്വയർ ടൈപ്പ് ആയിരിക്കും ഷേപ്പ് വരുന്നത്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫിക്സഡ് സൈസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വിഡ്ത്തും ഹൈറ്റും ഇവിടെ പ്രീ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 10 പിക്സൽ വിഡ്ത്ത് 15 പിക്സൽ ഹൈറ്റ് കൊടുത്ത് വരച്ചാൽ നമുക്ക് ആ കൊടുത്ത അളവിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ അടുത്ത ഓപ്ഷൻ നമ്മൾ പ്രൊപ്പോർഷണൽ കൊടുക്കുകയാണെങ്കിൽ ഇത് വിഡ്ത്ത് ഹൈറ്റ് 1 ആണ് കിടക്കുന്നത്, 1:1 എന്ന രീതിയിൽ പ്രൊപ്പോർഷൻ ചെയ്ത് ഒരു ഷേപ്പ് വരുന്നതാണ്. അതായത് 1 ഇഞ്ച് അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 പിക്സൽ വീതി വർദ്ധിക്കുമ്പോൾ അതിനാനുപാതികമായി അതേ അളവിൽ തന്നെ അതിന്റെ ഹൈറ്റും വർദ്ധിക്കുന്നതാണ്. ഇനി അടുത്തൊരു ഓപ്ഷനാണ് നമുക്കിവിടെ ഫ്രം സെന്റർ. നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും അതിന്റെ ആ സെന്റർ പോയിന്റ് വരുന്നത്. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫ്രം സെന്റർ എന്ന ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു സെന്റർ പോയിന്റിൽ നിന്നായിരിക്കും ഇത് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നത്. ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഈ ലെയറുകളെല്ലാം റിമൂവ് ചെയ്യാം. അടുത്തൊരു ഓപ്ഷനാണ് പോളിഗൺ ടൂൾ. ഇത് നമുക്ക് 5 വശങ്ങളുള്ള ഒരു ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിൽ മാറ്റിയിടാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിന്റെ സൈഡ് ഇപ്പോൾ 5 ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഒരു 8 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ 8 സൈഡുകളുള്ള ഒരു പോളിഗൺ ഷേപ്പ് ആയിരിക്കും നമുക്ക് വരുന്നത്. കൂടാതെ ഇതിനും സെറ്റപ്പ് ഉണ്ട്. നമ്മൾ സ്മൂത്ത് കോർണേഴ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ ആക്റ്റീവ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഈ വരയ്ക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും ഓരോ എഡ്ജും വരുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ സ്റ്റാർ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് സ്മൂത്തുമായിരിക്കും, സ്റ്റാർ ആകൃതിയിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇൻഡന്റ് സൈഡ് 53% ആണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഇത് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഞാൻ 53 എന്നുള്ളത് മാറ്റി 15 ആക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള സ്മൂത്ത്നെസ്സും അതിന്റെ ഇൻഡന്റ് ഇങ്ങനെ ഈ രീതിയിലായിരിക്കും ലഭിക്കുന്നത്. ഇനി നമ്മളിവിടെ ഈ സ്മൂത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റാർ ഷേപ്പ് ആയിരിക്കും ലഭിക്കുക. അതുപോലെ ഇതിന്റെ സൈഡ് നമുക്ക് കൂട്ടി വരയ്ക്കാവുന്നതാണ്. ഞാനൊരു 25 കൊടുത്തു. ഇവിടെ നമ്മൾ ഇതിന്റെ സ്റ്റാർ ഇതിന്റെ ഇൻഡന്റ് 50. ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ ഇതേപോലെ 25 കോർണറുകളുള്ള ഒരു സ്റ്റാർ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ സ്മൂത്ത് കോർണേഴ്സ് മാതിരി സ്മൂത്ത് ഇൻഡന്റ് ഉണ്ട്. ഇത് ആക്റ്റീവാക്കി വരയ്ക്കുകയാണെങ്കിൽ ആ സ്റ്റാറിന്റെ ഷേപ്പ് ഇങ്ങനെ ഇൻസൈഡിലേക്ക് വരുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ലൈൻ ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് ഇനി വരച്ചാൽ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു പിക്സൽ വെയിറ്റ് അനുസരിച്ചാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാറ്റം വരുത്തിയിട്ട് ഇനി വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു വെയിറ്റിലുള്ള ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ലൈന് നമുക്ക് ആരോ ഹെഡ് അല്ലെങ്കിൽ ആരോ എൻഡ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതും നമ്മളിവിടെ ഈ സെറ്റപ്പിൽ വന്നതിന് ശേഷം ഇവിടെ സ്റ്റാർട്ടിൽ ടിക്ക് മാർക്ക് കൊടുത്താൽ ഇനി വരയ്ക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു ആരോ പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ എൻഡിലും കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിലും അതുപോലെ എൻഡിലും നമുക്ക് ഓരോ ആരോ വന്നിരിക്കുന്നതായി കാണാം. അതുപോലെ ആരോയുടെ ഈ ഷേപ്പ് നമുക്ക് ഇവിടെ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ എൻ്റെ കോൺകാവിറ്റി ഇപ്പോൾ 0% ആണ് കിടക്കുന്നത്. ഞാനിവിടെ ഒരു 25% കൊടുത്തിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ആരോയുടെ ഷേപ്പ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആരോയുടെ ലെങ്ത്തിൽ നമുക്ക് അതുപോലെ വിഡ്ത്തിലൊക്കെ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ലെങ്ത്ത് 1000 ആണ് കിടക്കുന്നത്. ഞാനിവിടെ വിഡ്ത്തിൽ ഒരു ചേഞ്ചസ് വരുത്തുകയാണ്. 300 കൊടുത്താൽ ഇനി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആരോ ഹെഡിൽ വ്യത്യാസം വന്നിരിക്കുന്നതായി കാണുന്നതാണ്. അതുപോലെ നമുക്കിവിടെ അതിൻ്റെ ലെങ്ത്ത് ചേഞ്ചസ് വരുത്തുകയാണ്. ഞാനൊരു 500 ആക്കി മാറ്റുകയാണ്. ഇനി നമ്മൾ വരച്ചാൽ അതിൻ്റെ ആരോ സൈസിലും എല്ലാം മാറ്റം ഇവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്ത ടൂളാണ് കസ്റ്റം ഷേപ്പ് ടൂൾ. ഇവിടെ നമ്മൾ ഈ ടൂൾ എടുത്തു കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ഷേപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഷേപ്പുകൾ ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഇത് എടുത്താൽ ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഷേപ്പ് കളർ ഫില്ല് ചെയ്ത് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യത്തിന് കളർ മാറ്റിക്കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഷേപ്പ് ഇവിടെയുണ്ട്. ഷേപ്പുകൾ നമുക്ക് പുതിയതായി ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെയും ഇതിൻ്റെ ഈ സെറ്റിംഗ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അൺകൺസ്ട്രെയിൻഡ് ആണ് കിടക്കുന്നത്. ഡിഫൈൻഡ് പ്രൊപ്പോർഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊപ്പോർഷണലിറ്റിയിലായിട്ടായിരിക്കും
ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഡിഫൈൻഡ് സൈസ്, ഫിക്സഡ് സൈസ്, നമുക്ക് ആവശ്യമുള്ള ഒരു സൈസിലേക്ക് ഫിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു 10 പിക്സൽ, ഇവിടെ നമുക്ക് 10 പിക്സൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അളവിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഇവിടെ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയുള്ള പോലെ പുതിയൊരു ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കി ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി പുതിയൊരു ഫയൽ എടുക്കുക, ഫയൽ ന്യൂ. ഓക്കെ, നമുക്കിവിടെ ഒരു റൗണ്ടഡ് കോർണേഴ്സ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതിനായി ഞാൻ ഷേപ്പ് ടൂളിൽ വന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാവുന്നതാണ്. ഇവിടെ എൻ്റെ പ്രോപ്പർട്ടി വിൻഡോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. റൗണ്ട്നെസ് അല്പം കുറയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 8 പിക്സൽ കൊടുക്കുന്നു. ഇവിടെ ഈ ലിങ്ക് ഉള്ളതുകൊണ്ട് 4 കോർണറുകളും ഒരേപോലെ 8 ആയി മാറിക്കോളും. ഇനി എനിക്ക് ഇവിടേക്ക് മറ്റൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആവശ്യമാണ്. അത് റൗണ്ടഡ് കോർണർ ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് ഞാനിവിടെ ടൂൾ മാറിയെടുക്കുകയാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ടൂൾ. ഇത് എടുത്ത് വരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിൾ ഷേപ്പ് ഇതിനകത്തേക്ക് കമ്പൈൻ ചെയ്ത് വരണം. അങ്ങനെ വരുമ്പോൾ പാത്ത് ഓപ്പറേഷൻസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കമ്പൈൻ ഷേപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പുതിയ ഒരു ലെയർ ഫോം ചെയ്യുകയില്ല. നമുക്ക് ഈ ലെയറിൽ തന്നെ, അതായത് ഈ ഷേപ്പിലേക്ക് കമ്പൈൻ ചെയ്താണ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ ഷേപ്പിന്റെ മുകളിലത്തെ ഈ 2 ആങ്കർ പോയിന്റുകളും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അതിനായി ഞാൻ പാത്ത് സെലക്ഷൻ ടൂളിൽ വന്ന് ഇവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ പിക്ക് ചെയ്യുക. ഇനി ഇവിടെ 4 പോയിന്റുകളും ഇപ്പോൾ സെലക്ഷനിലാണ്. നമുക്ക് പേജിന്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ക്ലിക്ക് ചെയ്താൽ ഈ സെലക്ഷൻ ഇവിടെ നഷ്ടപ്പെടുന്നതാണ്. ഇനി വീണ്ടും ഈ ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒബ്ജക്റ്റ് സെലക്ഷൻ ആയിട്ടുണ്ട്. ആങ്കർ സെലക്ഷൻ വേണമെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ 4 മൂലകളും ആക്റ്റീവ് ആയിരിക്കുന്നതായി കാണാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ഇങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് അകത്തേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു. കൺട്രോൾ ആൾട്ട് ഇസഡ്, എഡിറ്റ് എന്ന മെനുവിൽ ചെന്ന് ട്രാൻസ്ഫോം പാത്ത് എന്ന ഓപ്ഷനിൽ വന്ന് പെർസ്പെക്റ്റീവ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് വലിക്കുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയി ഇവിടെയും ഇത് കുറഞ്ഞു വരുന്നതായി കാണാം. അതിനുശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ടൂൾ മാറ്റിയെടുക്കുകയാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പാത്ത് സെലക്ഷൻ ടൂൾ, ഇത് നമുക്ക് അല്പം മുകളിലേക്ക് കയറ്റി വയ്ക്കാം. ഇനി എനിക്ക് വീണ്ടും മറ്റൊരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആവശ്യമാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇവിടെ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ പുതിയൊരു ഷേപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ പാത്ത് ഓപ്പറേഷനിൽ ന്യൂ ലെയർ ആണ് ആക്റ്റീവായി കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വരച്ചത് പുതിയ ലെയറിലേക്ക് വന്നിരിക്കുന്നത്. ഞാനിവിടെ അൺഡു ചെയ്യുകയാണ്. കൺട്രോൾ ആൾട്ട് ഇസഡ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കമ്പൈൻ ഷേപ്പ് തന്നെ ആക്റ്റീവ് ആക്കാം. ഇനി വരയ്ക്കുക. ഇപ്പോൾ ഇതിനകത്ത് തന്നെ കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഇതല്പം മുകളിലേക്ക് കയറ്റി വയ്ക്കണം. ഞാനിവിടെ പാത്ത് സെലക്ഷൻ ടൂൾ എടുക്കുക. ആരോ കീ ഉപയോഗിച്ച് നമുക്കിത് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എനിക്ക് ഇവിടെ കുറച്ച് പോർഷൻ സബ്ട്രാക്ട് ചെയ്ത് കളയണം. അതിനുവേണ്ടി നമുക്കിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഓരോ ഒബ്ജക്റ്റുകളും അല്ലെങ്കിൽ ഓരോ ഷേപ്പുകളും കമ്പൈൻ ചെയ്താണ് വന്നിരിക്കുന്നതെങ്കിലും ഇതിന്റെ പാത്തുകൾ സെപ്പറേറ്റ് ആണ് കിടക്കുന്നത്. അത് നമ്മൾ പാത്ത് സെലക്ഷൻ ടൂൾ എടുത്ത് സെലക്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. നമുക്ക് അതിനെ മെർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മെർജ് ഷേപ്പ് കമ്പോണൻസ് കൊടുക്കുക. ഇപ്പോൾ ഇത് ഒറ്റ ഷേപ്പായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഇവിടെ ഈ ഓപ്ഷനിൽ വന്ന് സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് ആക്റ്റീവ് ആക്കുക. ഇനി ക്ലിക്ക് ചെയ്ത് വരച്ചാൽ ഈ ഒബ്ജക്റ്റിൽ നിന്നും നമ്മൾ ഇപ്പോൾ വരച്ച ഭാഗം സബ്ട്രാക്ട് ചെയ്ത് പോകുന്നതാണ്. ഇത് നമുക്ക് പാത്ത് സെലക്ഷൻ ടൂൾ എടുത്ത് അല്പം പൊസിഷൻ ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ഒരു ഷേപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമാണ്. ഞാനിവിടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ തന്നെ എടുക്കുന്നു. ന്യൂ ഷേപ്പാണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കമ്പൈൻ ഷേപ്പ് എടുക്കാം. എനിക്ക് ഇവിടെ തന്നെ ഇത് ആക്റ്റീവ് ആക്കിയതിനു ശേഷം വേണം നമ്മളിത് കമ്പൈൻ ചെയ്യാൻ. ഇപ്പോൾ ഇത് കമ്പൈൻ ചെയ്താണ് വന്നിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ ഈ പാത്ത് സെലക്ഷൻ ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആൾട്ട് കീ പ്രസ് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതാണ്. ഞാനത് അല്പം ചെറുതാക്കുന്നു. കൺട്രോൾ ടി ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്ത് ചെറുതാക്കി എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇത് നമുക്ക് ഇവിടേക്ക് പൊസിഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടിയും ആവശ്യമാണ്. ഞാനിത് സെലക്ട് ചെയ്യുന്നു. ആൾട്ട് കീ പിടിച്ച് ഡ്രാഗ് ചെയ്യുക. കൺട്രോൾ ടി ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്ത് ചെറുതാക്കുക. എൻ്റർ. ഇത് പൊസിഷൻ ചെയ്യുക. നമുക്ക് ഈ 3 ഒബ്ജക്റ്റുകൾ ഹൊറിസോണ്ടലായി അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇത് സെലക്ഷൻ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക. ഇതും സെലക്ട് ചെയ്തതിനു ശേഷം പാത്ത് അലൈൻമെന്റ് എന്ന ഓപ്ഷനിൽ വന്ന് ഹൊറിസോണ്ടൽ സെന്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റുകൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് സെന്ററായി വന്നിരിക്കുന്നത് കാണാം. ഇനി ഇവിടെ ഞാനൊരു മറ്റൊരു ഷേപ്പ് വരയ്ക്കുകയാണ്. ലെയർ ഒന്ന് മാറി രണ്ടാമത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഷേപ്പ് ലെയർ ആക്റ്റീവായി കിട്ടുന്നതാണ്. അതിനുശേഷം ടൂൾ എടുക്കുക. ഇവിടെ കമ്പൈൻ ഷേപ്പ് എടുക്കാം. ഷേപ്പ് വരയ്ക്കുക. ഇനി അതിൻ്റെ റൗണ്ട്നെസ് അല്പം കൂട്ടുക. ഇപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി പെൻ ടൂൾ എടുത്ത് എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് പോർഷൻ സബ്ട്രാക്ട് ചെയ്ത് കളയണം. അതിനായി ഞാൻ ടൂൾ എടുക്കുന്നു. ഇവിടെ നമുക്ക് ലെയർ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്റ്റീവായി വരുന്നതാണ്. പാത്ത് ഓപ്പറേഷനിൽ വന്ന് ക്ലിക്ക് ചെയ്ത് സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് എടുക്കാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഷിഫ്റ്റ് പിടിച്ച് പാത്ത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതാണ്. ഞാനിവിടെ ഒരു ആങ്കർ പോയിന്റ് ആഡ് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. ഇവിടെ ഈ പാത്ത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ലെയറിൽ നിന്ന് തന്നെ അത് സബ്ട്രാക്റ്റ് ആയി പോയിട്ടുണ്ട്. ഇനി എനിക്കിവിടെ ഒരു റൗണ്ട് ഷേപ്പ് ആഡ് ചെയ്യണം. ഞാൻ അതിനായി ടൂൾ എടുക്കുകയാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എലിപ്സ് ടൂൾ. എനിക്ക് ആ എലിപ്സ് ഷേപ്പ് ഈ ബേസിൽ നിന്നും ഡിറ്റക്ട് ചെയ്ത് പോകണം. അതിനായി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് എടുക്കുകയാണ്. ഇനി ക്ലിക്ക് ചെയ്ത് വരയ്ക്കുക. ഇപ്പോൾ അത് ഡിറ്റക്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഷേപ്പ് കുറച്ച് താഴത്തേക്ക് ഇറക്കി വയ്ക്കേണ്ട ആവശ്യമാണ്. അതിനായി പാത്ത് സെലക്ഷൻ കൊടുക്കുക. ഇതിങ്ങനെ ഇറക്കി വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇതല്പം ചെറുതാക്കുക. കൺട്രോൾ ടി എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി മറ്റൊരു ഷേപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇത് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആക്റ്റീവായി വരുന്നതാണ്. സർക്കിൾ ടൂൾ എടുത്ത് ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഇവിടെ പുതിയ ലെയറാണ് വന്നിരിക്കുന്നത്. അൺഡു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കമ്പൈൻ ഷേപ്പ് കൊടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇപ്പോൾ വരച്ച ഈ സർക്കിളും നേരത്തെ സബ്ട്രാക്ട് ചെയ്ത സർക്കിളും തമ്മിൽ അലൈൻ ചെയ്യാൻ സാധിക്കും. പാത്ത് സെലക്ഷൻ ടൂൾ എടുക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക. ഇനി അറേഞ്ച്മെന്റിൽ വന്ന് ഹൊറിസോണ്ടൽ സെന്റർ, വെർട്ടിക്കൽ സെന്റേഴ്സ്. ഇപ്പോൾ ഒബ്ജക്റ്റ് കറക്റ്റായി അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് മറ്റൊരു സർക്കിൾ കൂടി വരയ്ക്കുകയാണ്. എലിപ്സ് ടൂൾ ശ്രദ്ധിക്കുക. ഇവിടെ സെലക്ട് ചെയ്ത് സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ് ഇത് ആക്റ്റീവ് ആക്കുക. ക്ലിക്ക് ചെയ്ത് വരയ്ക്കുക. ഇപ്പോൾ സബ്ട്രാക്ഷൻ ആയിട്ടുണ്ട്. നമുക്കിത് അലൈൻ ചെയ്യാം. ഇവിടെ പാത്ത് സെലക്ഷൻ ടൂൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്യുക. ഇതും സെലക്ട് ചെയ്യുക. അതിനുശേഷം അറേഞ്ച്മെന്റിൽ വന്ന് ഹൊറിസോണ്ടൽ സെന്റേഴ്സ്, വെർട്ടിക്കൽ സെന്റേഴ്സ് ഇത് ഒരുമിച്ച് പൊസിഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സർക്കിൾ കൂടി കൊടുക്കാവുന്നതാണ്. ഞാൻ എലിപ്സ് ടൂൾ എടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് പോകണം. അപ്പോൾ ഇത് ആക്റ്റീവ് ആക്കിയതിന് ശേഷം ക്ലിക്ക് ചെയ്ത് സബ്ട്രാക്ട് ഫ്രണ്ട് ഷേപ്പ്. ഓക്കെ. പാത്ത് സെലക്ഷൻ ടൂൾ ഇത് പൊസിഷൻ ചെയ്യുക. ഈ പ്രോപ്പർട്ടി വിൻഡോ ക്ലോസ് ചെയ്യുക. എനിക്ക് ഇവിടെ ഈ 3 ഒബ്ജക്റ്റുകൾ അല്പം ഇങ്ങോട്ട് മാറേണ്ട ആവശ്യമാണ്. ഞാനിത് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക. ഇതും സെലക്ട് ചെയ്യുക. ഇനി കുറച്ച് മൂവ് ചെയ്ത് വയ്ക്കുക. ഏകദേശം ഈ പോർഷന് സെൻറ്ററായി വരുന്ന രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മുടെ ഷേപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എനിക്ക് ഇത് നമ്മുടെ കസ്റ്റം ഷേപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പാത്ത് സെലക്ഷൻ ടൂളിൽ തന്നെ നിന്നുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഡിറ്റ് എന്ന മെനുവിൽ ചെന്ന് ഡിഫൈൻ കസ്റ്റം ഷേപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഒരു ഷേപ്പ് നെയിം ചോദിക്കും. ഞാൻ ക്യാമറ എന്ന പേര് കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്താൽ നമ്മുടെ കസ്റ്റം ഷേപ്പിലേക്ക് ഇത് ആഡ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കസ്റ്റം ഷേപ്പ് ടൂൾ എടുക്കുക. ഇനി നമ്മൾ ഈ ഷേപ്പിൽ വന്ന് ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഏറ്റവും താഴത്തായി നമ്മൾ ഉണ്ടാക്കിയ ക്യാമറ ഷേപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യം പോലെ ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് വരയ്ക്കാം. മറ്റ് ഷേപ്പുകളെ പോലെ തന്നെ എല്ലാ ഓപ്ഷൻസും ഡിഫൈൻഡ് സൈസ്, ഫിക്സഡ് സൈസ്, ഫ്രം സെന്റർ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡിഫൈൻഡ് പ്രൊപ്പോർഷൻസിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് വിഡ്ത്തും ഹൈറ്റും ഒരേ അളവിൽ തന്നെ വന്ന് ക്രിയേറ്റ് ആവുന്നതാണ്. ഇനി ഞാനിവിടെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഡിലീറ്റ്. നമ്മളിപ്പോൾ ഇവിടെ ഷേപ്പ് എന്ന ഓപ്ഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ വരയ്ക്കുമ്പോൾ ഫില്ല് ചെയ്ത് വരുന്നത്. ഞാനിവിടെ ഓപ്ഷൻ മാറ്റിയെടുക്കുകയാണെങ്കിൽ പാത്ത് ഈ ഓപ്ഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് ഇതുപോലെ ഒരു ഷേപ്പ് ലെയർ ക്രിയേറ്റ് ആവില്ല. ഒരു പാത്ത് മാത്രമായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ടൂളിൻ്റെ കൂടെ ഒരു മൈനസ് പോയിന്റ് നിൽക്കുന്നുണ്ട്. അത് ഇവിടെ സബ്ട്രാക്ട് എന്ന ഓപ്ഷൻ ആക്റ്റീവായി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് കിടന്നാൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് മൊത്തം സെലക്ഷൻ ചെയ്യാനൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പാത്ത് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ കൺട്രോൾ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തം സെലക്ഷനിൽ നിന്ന് ഇത്രയും ഏരിയ കുറഞ്ഞുകൊണ്ടായിരിക്കും നമുക്ക് ആ സെലക്ഷൻ വരുന്നത്. അതായത് ഇതിനകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഈ ക്യാമറയുടെ അകത്തെ പോർഷനിലേക്ക് ഫില്ലാവുന്നതല്ല. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഞാനൊരു പുതിയ ലെയർ ഉണ്ടാക്കുകയാണ്. ആൾട്ട് ഡിലീറ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും ഫില്ലാവുന്നത്. കൺട്രോൾ ആൾട്ട് ഇസഡ്, കൺട്രോൾ ഡി. ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഓപ്ഷനിൽ വന്ന് കമ്പൈൻ ഷേപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഇനി കൺട്രോൾ എൻ്റർ കീ പ്രസ് ചെയ്താൽ ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിരിക്കും സെലക്ഷൻ ആവുന്നത്. ഇത് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. ഞാൻ പുതിയൊരു ലെയർ ഉണ്ടാക്കുകയാണ്. ആൾട്ട് ഡിലീറ്റ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഡീസെലക്ട് ചെയ്യുന്നു. ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് പിക്സൽസ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, മറിച്ച് നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റ് പിക്സലുകൾ ഫില്ല് ചെയ്ത് വരുന്നതാണ്. ഇവിടെ കിടക്കുന്ന കളർ ഫില്ല് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റ് വരുന്നതാണ്. നമുക്ക് പുതിയൊരു ലെയർ ഉണ്ടാക്കാം. ഇനി ഞാനിവിടെ കളർ മാറ്റിയെടുക്കുകയാണ്. ഇത് നമുക്ക് കൺട്രോൾ എൻ്റർ അടിച്ച് സെലക്ട് ചെയ്യാൻ കഴിയുന്നതല്ല, മറിച്ച് ഇതൊരു ഒബ്ജക്റ്റ് ഫിൽ ലെയർ ആണ്. ഇത് ഷേപ്പ് ഫിൽ ലെയർ ആണ്. ഇതൊരു പാത്ത് മാത്രമായിരുന്നു. ഞാനത് കൺട്രോൾ എൻ്റർ അടിച്ച് സെലക്ട് ചെയ്തതിനു ശേഷം ആൾട്ട് ഡിലീറ്റ് ഫിൽ ചെയ്ത ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് നമ്മൾ പിക്സൽസ് എന്ന ഓപ്ഷനിലൂടെ വരച്ചതാണ്. ഈ ഷേപ്പ് ടൂളിന്റെ പഠനം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്